വെൽക്കം ടു കുക്കാസ് മാജിക്. നമ്മൾ ഏത്തപ്പഴം കൊണ്ട് കുറേ 4 മണി പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ? ഇന്നും നമ്മൾ അതുപോലെ ഒരു സ്നാക്കാണ് ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്നാക്ക്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴം നോക്കി എടുക്കുക. ഇനി മധുരത്തിനായിട്ട് ഒരു 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് ഒരു 1/2 കപ്പ് അരിപ്പൊടി, 240 ml കപ്പിൽ 1/2 കപ്പ് അരിപ്പൊടി എടുത്തു. പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ എടുക്കാം. പിന്നെ ഇത് ഗോതമ്പ് പൊടി സെയിം അളവ് തന്നെ 1/2 കപ്പ് എടുത്തു. ഇനി കുറച്ച് തേങ്ങ ചിരക്കിയത് മേലക്കപ്പൊടിയൊക്കെ വേണം. അത് ഞാൻ ചേർക്കുന്ന സമയത്ത് അളവ് പറയാം. ആദ്യം നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാനൊന്ന് അരച്ചാണ് എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കുഞ്ഞതായിട്ട് ചോപ്പ് ചെയ്ത് നെയ്യിലിട്ട് വഴട്ടിയെടുത്താലും മതി. ഞാനിതിപ്പം അരച്ചാണ് വഴട്ടി എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഇത് അരച്ചിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. ഇനി ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരു പാത്രത്തിലോട്ട് ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ 200 ഗ്രാം ശർക്കരയാണ്. ഒരുപാട് മധുരമൊന്നും കാണില്ല കേട്ടോ, മോഡറേറ്റ് സ്വീറ്റ്നെസ് ആണ്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇതൊന്ന് മെൽറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ അത് ഉരുകി വരുന്ന സമയം കൊണ്ട് വേറൊരു അടിക്കട്ടിയുള്ളൊരു പാത്രമോ നോൺ സ്റ്റിക്ക് പാനോ ഏതെങ്കിലും എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പീനട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. നമുക്ക് പീനട്ട്സിൻ്റെ ടേസ്റ്റ് ഇഷ്ടം അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ് ചേർക്കാം കേട്ടോ. എനിക്ക് പീനട്ട്സ് ആണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. അപ്പോൾ അതൊന്ന് ബ്രൗൺ ആയി വരുമ്പം ഒരു 2 ടേബിൾ സ്പൂൺ റൈസൻസ് കൂടെ ചേർക്കാം. അതും കൂടെ ഒന്ന് കുക്കാകട്ടെ. ഇങ്ങനെ വലുതായിട്ട് വരുമ്പം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനി സെയിം പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഒരു ബനാന പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. ഇതുപോലെ അരച്ചെടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് കുഞ്ഞതായിട്ട് അരിഞ്ഞ് ഒന്ന് വഴറ്റി എടുത്താൽ മതി. അപ്പോൾ അത് വഴണ്ട് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. എന്നിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇനിയും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് വേണം കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതുപോലെ പാൻ്റെ അടിയിൽ പോയിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതുപോലെ ഫ്ലെയിമും ഒരു മീഡിയം ലോയിൽ വെക്കുക. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ച ശർക്കരയൊക്കെ ഉരുക്കി വന്നിട്ടുണ്ട്. ഇത് മതി. ഇത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കാം. നമ്മുടെ ഏത്തപ്പഴം കണ്ടോ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ ഒരു സ്റ്റേജിലാവും. അപ്പോൾ ഇത്രയും ആയതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഒന്ന് അരിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇതൊന്ന് തിളച്ച് തുടങ്ങിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയത്, ഒരു ഹാൻഡ്ഫുൾ ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. 1/2 കപ്പ് അരിപ്പൊടി, തീ ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ. പിന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടി. ഇനിയും ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടിൽ കുറച്ചുകൂടെ കൂടുതൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പൊടികൾ വെള്ളമെല്ലാം അബ്സോർബ് ചെയ്ത് ഇതൊരു തിക്ക് ഡോ ഫോമിൽ ആകും. ഇതും ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആകും. ഒരു 2 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ അതുവരെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതൊന്ന് തിക്കായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു നട്ട്സും റൈസൻസും കൂടെ ചേർക്കാം. നമുക്ക് നെയ്യുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇപ്പോൾ തന്നെ നല്ല നെയ്യുടെയൊക്കെ മണം വരുന്നുണ്ട്. പിന്നെ ആ ഏത്തപ്പഴം നെയ്യിലിട്ട് വഴട്ടുമ്പോൾ ഉള്ളൊരു മണം ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ആ വാഴയിലയുടെ ഫ്ലേവർ കൂടെ വരുമ്പോൾ പിന്നെ പറയണ്ട, എന്താ പറയുക, ചുറ്റുമുള്ളതൊന്നും കാണില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിരിക്കും. ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മുടെ കൈക്കൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഇലയിൽ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ വാഴയില ഞാനൊരു സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. മാവും റെഡിയാണ്. ഇതുപോലെ കുറച്ച് ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ വാഴയിലയിൽ വെച്ച്
നമ്മുടെ കൈ വെച്ചൊന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക, ഒരു റെക്റ്റാങ്കുലർ ഷേപ്പാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. ഞാനിതിപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അപ്പോൾ നല്ല തിന്നായിട്ട് നമുക്ക് കിട്ടും. നല്ല തിന്നായി കഴിയുമ്പോഴാണ് നമ്മൾ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്നത്. ആ ഒരു രീതിയിൽ ആക്കിയെടുക്കുക. എന്നിട്ട് സൈഡ്സ് രണ്ടും ഇങ്ങനെ മടക്കി ഇങ്ങനെ വെക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് കുമ്പളപ്പം പോലെ ആ ഒരു ഷേപ്പിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ നോർമൽ ഇലയുടെയൊക്കെ ചെയ്യത്തില്ലേ, അങ്ങനെ ചെയ്യണമെങ്കിലും ചെയ്യാം. ഇതുപോലെ മാവ് വെച്ച് കൊടുത്തതിന് ശേഷം ഇല അങ്ങ് ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ കൈ യൂസ് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു സെമി സർക്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി വാഴയില ഇല്ലയെന്നുണ്ടെങ്കിൽ കൈ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി ഇഡ്ഡലി തട്ടിൽ വെച്ച് സ്റ്റീം ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇഡ്ഡലി സ്റ്റീമറിലാണ് ഞാൻ വെക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഒരുപാട് സമയമായിട്ട് സ്റ്റീം ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി മാവൊക്കെ കുക്കാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പം തുറന്ന് നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു 5 മിനിറ്റ് ഒന്ന് പുറത്ത് വെച്ചു. എന്നിട്ട് തുറക്കുകയാണ്. ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ അങ്ങ് തുറക്കുകയാണ്. ഇപ്പോഴും ചൂടുണ്ട് കേട്ടോ. ഇതിങ്ങനെ റാപ്ഡ് ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് തണുക്കില്ല. കണ്ട, നല്ല സോഫ്റ്റാണ്. ഇതിങ്ങനെ കഴിക്കുമ്പം ഇടയ്ക്ക് ആ നട്ട്സൊക്കെ കടിക്കാൻ കിട്ടുമ്പം നല്ല രുചിയാണ് കേട്ടോ. വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോവും. ആ ഒരു ടെക്സ്ചറാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കില്ലേ? തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.